ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഓക്കെ, ഇന്ന് നമ്മുടെ 16ാമത്തെ ദിവസം. അപ്പോൾ 16ാമത്തെ ടാസ്ക് നമുക്ക് നോക്കാം. നമ്മൾ ബുക്കുകൾ ഒതുക്കി വെക്കാൻ പോവാണ്. അപ്പോൾ കുട്ടികളുടെ സ്റ്റോറി ബുക്സും നമ്മൾ വായിക്കുന്ന ബുക്സ്, അതാണ് ഉദ്ദേശിക്കുന്നത്. ന്യൂസ് പേപ്പറും മാഗസീനും അതൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ വേഗം പോയൊക്കെ ഒന്ന് എടുത്ത് നമ്മുടെ ആവശ്യമില്ലാത്ത ബുക്കുകൾ മാറ്റി ആവശ്യമുള്ളതെല്ലാം വെച്ച് നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം. അപ്പോൾ ബുക്സൊക്കെ ഏതാണ്ട് ഒതുക്കി. കുറച്ച് ബുക്സൊക്കെ ഞാൻ മാറ്റി. കുട്ടികളുടെ ബുക്കാണ് കൂടുതലുണ്ടായിരുന്നത്. എല്ലാം ഞാൻ കാറ്റഗറി അനുസരിച്ച് തരം തിരിച്ച് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ കളിക്കുടുക്ക മോഡൽ, ആ മോഡൽ ബുക്സും, പിന്നെ ഇംഗ്ലീഷ് സ്റ്റോറി ബുക്സും മലയാളം സ്റ്റോറി ബുക്സും, അങ്ങനെ ഞാൻ തരം തിരിച്ചാണ് വെച്ചിരിക്കുന്നത്. ഇത് സ്മൈൽ ബുക്ക് എന്ന് പറഞ്ഞിട്ട് ബ്രാൻഡിൽ ആ ഒരു കമ്പനിയുടെയാണ് ബുക്സ്. നല്ല സ്റ്റോറീസാണ്. എല്ലാം കുട്ടികൾക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറേ സ്റ്റോറീസ് ഉണ്ട്. ഞാൻ കുറേ ആ ബ്രാൻഡ് തന്നെയാണ് ഇംഗ്ലീഷ് സ്റ്റോറി ബുക്സ് കുട്ടികൾക്ക് മേടിച്ചിരിക്കുന്നത്. പിന്നെ പഞ്ചതന്ത്ര കഥകൾ നല്ലതാണ്, കുട്ടികൾക്ക് നല്ല മോറൽ സ്റ്റോറീസ് ഒക്കെ കിട്ടാൻ അത് വളരെ നല്ലതാണ്. പിന്നെ ഫെയറി ടെയിൽസ് പോലത്തെ അങ്ങനത്തെ ഇംഗ്ലീഷ് സ്റ്റോറീസ് അങ്ങനത്തെയും മേടിച്ച് വെച്ചിട്ടുണ്ട് കുറച്ചൊക്കെ. അപ്പോൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും അങ്ങനത്തെ കഥകളും ഉണ്ട്. കുട്ടികൾക്കാണ് കൂടുതൽ ബുക്സ് മേടിച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ അധികം ബുക്സ് ഉപയോഗിക്കുന്നില്ല, വായിക്കുന്നില്ല എന്ന് എനിക്കിപ്പോൾ ശരിക്കും ബുക്ക് ഒതുക്കിയപ്പോൾ മനസ്സിലായി. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയെന്ന് വെച്ചാൽ, മുമ്പൊക്കെ ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ ബുക്ക് വായിക്കാന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഒരു ക്രേസ് ആയിരുന്നു. ലൈബ്രറിയിൽ നിന്നടക്കം ബുക്ക് എടുത്ത് ഒരു ദിവസം കൊണ്ട് അത് എങ്ങനെയെങ്കിലും വായിച്ച് തീർക്കും, അങ്ങനെ അത്രയും ഇഷ്ടമായിരുന്നു ബുക്ക് വായിക്കുക. ഇപ്പോൾ തീരെ ഞാൻ ബുക്ക് വായിക്കുന്നില്ല. എനിക്കത് ഒരു നല്ല കാര്യം എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു സെറ്റ് ബുക്ക് ഇട്ടത് എൻ്റെ ഒരു ആൻറ്റി മക്കൾക്ക് ഗിഫ്റ്റ് കൊടുത്താണ്. നല്ലൊരു സെറ്റാണത്. ഇതിൻ്റെത് നിങ്ങൾക്ക് കാണാം, പുസ്തക പൂമഴ എന്ന് പറഞ്ഞിട്ട് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ അവർ ഇറക്കിയിട്ടൊരു സെറ്റായിരുന്നു. അതൊരു 10-12 പുസ്തകമുണ്ട്, എണ്ണം ഞാൻ നോക്കിയില്ല. കുഞ്ഞു കുഞ്ഞു സ്റ്റോറീസാണ്, പക്ഷെ നല്ല ഓരോരുത്തരും ഓരോ എഴുത്തുകാരെ എഴുതിയിരിക്കുന്നതാണ്. കുട്ടികൾക്ക് വളരെ ഈസി ആയിട്ട് വായിക്കാനും പറ്റും. നല്ല സ്റ്റോറീസാണ്. അത് ഒരു ഇത്രയും ബുക്കുള്ള കാരണം കുട്ടികൾക്ക് ഒരു എന്നും പുതിയ സ്റ്റോറീസ് വായിക്കാം. ചെറിയ ചെറിയ ബുക്ക്. അപ്പോൾ ഇതൊരു നല്ല ഗിഫ്റ്റായിട്ട് കിട്ടിയതിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഗിഫ്റ്റാണ്. ടോയ്സ് ഒക്കെ കിട്ടുന്നതിലും എപ്പോഴും ബുക്സ് കിട്ടുമ്പോൾ കുട്ടികൾക്ക് വായിക്കാനായാലും അതല്ല ഏറ്റവും നല്ലത്. അപ്പോൾ കുട്ടികളെ കൊണ്ട് നിങ്ങൾ ബുക്സ് വായിപ്പിക്കുക. നമ്മളിപ്പോൾ ഈ മൊബൈലുള്ള കാരണമാണ് മെയിനായിട്ട് ബുക്ക് വായന എൻ്റെ നന്നായിട്ട് കുറഞ്ഞേക്കണേ. ടൈം ഇല്ലാണ്ടൊന്നല്ല, മൊബൈലിലെ ഒരു യൂസേജ് കാരണമാണ് ഇപ്പോൾ ബുക്സ് വായിക്കാണ്ട് അയക്കണേ. അപ്പം അത് നമുക്കെല്ലാവർക്കും ഒന്ന് ബുക്സൊക്കെ കുറച്ചുകൂടി വായിക്കാൻ ശ്രമിക്കാം, നല്ല ബുക്സൊക്കെ. അപ്പോൾ ഈ ഒരു ബുക്ക് ഒരു ആക്ടിവിറ്റി ബുക്കാട്ടോ. മോൾക്ക് ഞാനൊരു വർഷം മേടിച്ചത്. എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഇത് നമ്മളിതിൽ ബട്ടൺ വെച്ചിട്ട് കണ്ടില്ലേ, ഒരു ക്രാഫ്റ്റ്, ഓരോ ക്രാഫ്റ്റാണ് ഇത്. ഫിംഗർ പ്രിന്റ് വെച്ചിട്ട് കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ്, അതുപോലെ ഷെല്ലുകൾ വെച്ചിട്ട്. അപ്പോൾ കുട്ടികൾ കുറച്ചുകൂടി ക്രിയേറ്റീവ് ആയിട്ട്, അതിൽ അവർ പിക്ചർ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, വെറുതെ ഒട്ടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളൊന്ന് അവരെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ സാധനങ്ങളൊക്കെ ഒന്ന് കളക്ട് ചെയ്ത് കൊടുത്താൽ അവർ ഈസി ആയിട്ട് അത് ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്തോളും. അപ്പോൾ ഈ മൊബൈലും അതുപോലെ ഇതൊക്കെ ചെയ്യണേലും നല്ലത് അവർക്ക് ഇങ്ങനത്തെയൊക്കെ ബുക്സ് മേടിച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി അവർ നന്നായിട്ട് ആക്റ്റീവ് ആവുകയും ചെയ്യും. അവർക്ക് ഒരു എന്താ പറയുക, അവരുടെ ഒരു ക്രിയേറ്റിവിറ്റിയും കൂടി വളർത്താൻ നല്ലതാണ്. പിന്നെ കളറിങ് ബുക്സ് ഉണ്ട്, അതൊക്കെ ഞാൻ കാറ്റഗറി തിരിച്ച് വെച്ചിരിക്കുകയാണ്. അത്രയ്ക്കൊക്കെ തന്നെയുള്ളൂ. പിന്നെ കുട്ടികൾക്ക് നല്ല ഉപകാരപ്പെടുന്ന ഒരു ബുക്കാട്ടോ വിഷ്വൽ ഡിക്ഷണറി എന്ന് പറഞ്ഞിട്ട് DK ബുക്സിൻ്റെ. ഇതിൽ ഏത് ടേമിൻ്റെയും നോക്കി അതിൻ്റെ പിക്ചർ നമുക്ക് കുട്ടികൾക്ക് എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ നല്ലതാണ്. നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുന്നതിലും അവരെ കൊണ്ട് തന്നെ ഈ ബുക്കിൽ നോക്കിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. പിന്നെ എൻ്റെ ബുക്കിൻ്റെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നിങ്ങൾക്ക് കാണാം. കുട്ടികളെ എങ്ങനെ നല്ലവരായിട്ട് വളർത്താം, നല്ല പാരൻറ്റിങ് ടിപ്സിനെ പറ്റിയിട്ടും അതുപോലെ പ്രഗ്നൻസി, ചൈൽഡ് കെയർ അതിനെ പറ്റിയിട്ടൊക്കെ. അത് മുമ്പ് മേടിച്ച ബുക്കാട്ടോ. അതിൻ്റെ ബുക്സൊക്കെ ഇപ്പോൾ കയ്യിലിരിക്കുന്നത്. അല്ലാണ്ട് നല്ലൊരു സ്റ്റോറി ബുക്കൊന്നും എൻ്റെ കയ്യിലിരിക്കുന്നില്ല. നോവലൊന്നുമില്ല. കുറച്ച് കുക്കിംഗ് ബുക്സ് ഉണ്ട്, അത്രയ്ക്ക് തന്നെ. എനിക്കത് ഇനി എന്തായാലും ഇനി തൊട്ട് നല്ലതായിട്ട് ബുക്സ് വായിക്കണം. അത് ഞാൻ എന്തായാലും പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ബെഡിൻ്റെ അടുത്ത് ചിലർ ചോദിച്ചിരുന്നു, അത് ടേബിളാണോ എന്താണ് അടുത്തിരിക്കുന്നത് റൗണ്ട് ഷേപ്പിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊരു കാർഡ്ബോർഡിൻ്റെ ഒരു ബോക്സാണ്. അഥവാ തുണി കൊണ്ട് കവർ ചെയ്തൊക്കെയാണ്. ഞാൻ ഉണ്ടാക്കിയതല്ല കേട്ടത്. ഞാൻ പുറത്തായിരുന്ന സമയത്ത് ഞാൻ മേടിച്ചതാണിത്. ഇത് നാട്ടിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല. ഷാർജയിൽ വെച്ചിട്ട് മേടിച്ചതാണ്. എൻ്റെ കുറേ സാധനങ്ങളൊക്കെ അവിടത്തെ ആയിരിക്കും, കാരണം ഞാൻ അവിടെ ആയിരുന്നല്ലോ, അതുകൊണ്ടാണ് അത് പറയുന്നത്. എനിക്ക് ഇവിടെ കിട്ടാമെന്ന് അറിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ആ ബുക്സൊക്കെ ഞാൻ ഈ ബോക്സിൽ വെച്ചിട്ട് ഞാൻ അതിനൊരു മൂടിയുണ്ട്, അത് വെച്ച് അടച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ മുകളിൽ സാധനങ്ങൾ വെക്കാൻ ബുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ബോക്സ് തുറന്നിട്ട് ഞാൻ ബുക്ക് എടുക്കും. ഞാൻ വല്ലപ്പോഴും ബുക്സ് വായിക്കാറുള്ളൂ, നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അതാണ് ഈ ബോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് അവിടെ കിട്ടുള്ളൂ. ഇവിടെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ബോക്സ് മേടിക്കട്ടെ. ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് അറിയില്ല, അതുകൊണ്ട് കാണാൻ ഭംഗിയുണ്ട് കുറച്ച്, അതന്നെ. അപ്പോൾ ഇനി കുട്ടികളുടെ ബുക്സ് ഞാൻ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. കാർഡ്ബോർഡ് ബോക്സ് വെച്ചിട്ട് പാർട്ടീഷൻ പോലെ കൊടുത്തിട്ട് അതിൽ എന്താ പറയുക, മലയാളം ബുക്സ്, ഇംഗ്ലീഷ്, അതുപോലെ കളിക്കുടുക്ക അങ്ങനത്തെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്ര തന്നെ. നിങ്ങൾക്ക് ഈസി ആയിട്ട് കാർഡ്ബോർഡ് ബോക്സ് ഓർഗനൈസർ എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് ഈസി ആയിട്ട് കാണാൻ പറ്റും. ഞാനിപ്പോൾ വീണ്ടും ഇത് ഉണ്ടാക്കണില്ല, കാരണം
എനിക്കിനി ആവശ്യമില്ല, അത് ഓൾറെഡി ഒരെണ്ണം ഉണ്ട്, പിന്നെ കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കണ്ടേ. ഞാൻ ആദ്യമേ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് മേടിച്ച് വെക്കാൻ ബുക്ക് ഷെൽഫൊന്നും ഇല്ലെങ്കിൽ, എൻ്റെ വീട്ടിൽ ബുക്ക് ഷെൽഫ് ഇല്ല, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വെച്ചിരിക്കുന്നത്. പക്ഷെ തീർച്ചയായിട്ടും ഭാവിയിൽ ഒരു ബുക്ക് ഷെൽഫ് നല്ല ഭംഗിയുള്ളത് ഉണ്ടാക്കണം എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം ബുക്സ് കുട്ടികൾക്കൊക്കെ എനിക്ക് മേടിക്കാൻ താല്പര്യം ഉണ്ട് ഇനിയും. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ബുക്ക് ഷെൽഫ് ഉണ്ടാക്കി എടുക്കണം. തൽക്കാലം ഒരു ഇതിന് വേണ്ടിയിട്ട് ഈ കാർഡ്ബോർഡ് ബോക്സാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ എൻ്റെ ഫോണിൻ്റെ അടുത്ത് ഫോൺ ബുക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടൻറ്റ് ബുക്സ് വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇതും കാർഡ്ബോർഡ് വെച്ച് ഞാൻ ഉണ്ടാക്കിയതാണ്. ഇതും നിങ്ങൾക്ക് നെറ്റിൽ അടിച്ചു നോക്കി ഈസി ആയിട്ട് കിട്ടും ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഇന്നത്തെ ടാസ്ക് നിങ്ങളെല്ലാവരും മറക്കാണ്ട് ചെയ്യുക. സ്റ്റോറി ബുക്സ്, കുട്ടികളുടെ ബുക്സും അതുപോലെ തന്നെ നിങ്ങൾ വായിക്കുന്ന ബുക്സ് ഉണ്ടെങ്കിൽ അതിൽ ആവശ്യമില്ലാത്ത ബുക്സ്, നല്ല ബുക്കുകളാണെന്നുണ്ട് പക്ഷെ നിങ്ങൾ വായിച്ച് നിങ്ങൾക്ക് കുറേ പ്രാവശ്യം വായിച്ചാണെങ്കിൽ മറ്റുള്ളവർക്ക് അത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കയ്യിൽ വയ്ക്കാം. തീരെ ഇതുള്ള ബുക്സ് ആണെങ്കിൽ കേടായി പോയി എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കളയാം. അപ്പോൾ ഇത് നിങ്ങൾ മറക്കാതെ ടാസ്ക് ചെയ്യുക. ബുക്സ് നന്നായി വായിക്കുക എല്ലാവരും. ഓക്കെ, അപ്പോൾ പുതിയ ടാസ്ക് ആയിട്ട് ഞാൻ നാളെ വരുന്നത് വരെ ബൈ ബൈ.